ഹായ് മക്കളെ, പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. ഇംഗ്ലീഷ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു സീരീസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ആദ്യം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള 6th യൂണിറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. സോ ഇതൊന്ന് പെട്ടെന്ന് നമ്മളൊന്ന് സമറൈസ് ചെയ്യലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ് വേണ്ടത്, ഏതെല്ലാം ടോപ്പിക്കുകളാണ് ക്ലാസ് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്നു. ഈസ് സൊസൈറ്റി ഡെഡ്. ഇത് എഴുതിയിട്ടുള്ള ആളുടെ പേര് ഒന്ന് ഓർത്ത് വെക്കണം. ആൻഡ്രൂ സുലിവൻ എന്നാണ് ഓഥറിന്റെ പേര്. ആൻഡ്രൂ സുലിവൻ. നമുക്ക് നേരെ നോക്കാം ചാപ്റ്റർ. ഈസ് സൊസൈറ്റി ഡെഡ് ഈസ് റിട്ടൺ ബൈ ആൻഡ്രൂ മൈക്കൽ സുലിവൻ, എ ബ്രിട്ടീഷ് ഓഥർ. ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഓഥറാണ്. ദിസ് ആർട്ടിക്കിൾ, അപ്പോൾ ഇതൊരു ആർട്ടിക്കിൾ ആണ് കേട്ടോ. ദിസ് ആർട്ടിക്കിൾ ഇസ് അബൌട്ട് ഐപോഡ് ജനറേഷൻ. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഐപോഡ് ജനറേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹി ടോക്സ് അബൌട്ട് ദ ഹൗ ആപ്പിൾ പ്രോഡക്ട്സ്, മോഡേൺ ടെക്നോളജിക്കൽ ഡിവൈസസ് ഹാവ് ടേക്കൺ കൺട്രോൾ ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആധുനിക ലോകത്ത് മോഡേൺ ജനറേഷനിൽ നമ്മുടെ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ്, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മോഡേൺ ടെക്നോളജീസ് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് നോക്കിയാൽ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം. എല്ലാവരും ഒന്നെങ്കിലും ഇയർഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. സ്വന്തമായിട്ടുള്ളൊരു വേൾഡിലേക്ക് ആളുകളൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ കട്ട് ചെയ്ത് പോവുകയാണ്. ഇതാണ് പറയുന്നത്. ഓക്കെ, he uses colorful examples to state how technology has taken over our lives. നമ്മുടെ ജീവിതത്തിന്റെ മേലെ ടെക്നോളജി എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നത് വളരെ കളർഫുൾ ആയ രീതിയിൽ അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. ഇത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കഥ ഞാൻ തന്നെ പറയാം. ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പാർക്കിൽ ഇങ്ങനെ ആളുകളെ വയേർഡ് ആയിട്ടുള്ള ഇരിക്കുന്നതിനെ കണ്ടു, പോക്കറ്റിലേക്ക് വയർ പോകുന്നുണ്ട്, എന്താണെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഐപോഡ് പീപ്പിൾ. ഇങ്ങനെയാണ് കഥ പോകുന്നത്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ഹി ടോക്സ് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് വൈൽ ഹി ഈസ് വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ന്യൂയോർക്ക്. തിരക്ക് പിടിച്ച ന്യൂയോർക്കിലൂടെ ഒരു ദിവസം അദ്ദേഹം നടക്കുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. He could not believe about the changes happened to the city. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല, എന്തൊരു മാറ്റമാണ് ഈ സിറ്റിക്ക് സംഭവിച്ചിരിക്കുന്നത്. ബിക്കോസ് ഹി ഹാഡ് ഓൾറെഡി ഹേർഡ് ദാറ്റ് ന്യൂയോർക്ക് ഇസ് ഫുൾ ഓഫ് നൈറ്റ് ലൈഫ്. കാരണം അദ്ദേഹം ഓൾറെഡി കേട്ടിട്ടുണ്ട് എന്ത്, ന്യൂയോർക്ക് നൈറ്റ് ലൈഫ് കൊണ്ട് ഭയങ്കര ബസ്റ്റിലാണ്, അല്ലെങ്കിൽ ഈ നൈറ്റ് ലൈഫ് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ഈ ന്യൂയോർക്ക് എന്ന്. രാത്രികളിലൊക്കെ ആളുകൾക്ക് ജോലിയും ആളുകൾ ഇങ്ങനെ ഭയങ്കര തിരക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഹിയർ ഹി കുഡ് ഫൈൻഡ് നത്തിങ്. അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്ത് പറ്റി ഇവിടെ? ദ ഡേ ലൈഫ് വാസ് ഓൾസോ മച്ച് ക്വൈറ്റർ. ഇനി ഡേ ലൈഫിന്റെ കാര്യം നോക്കാം. നൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങാൻ പോയത് അതല്ല, ഡേ ലൈഫും വലിയ മാറ്റമൊന്നുമില്ല. വിത്ത് മിക്സ്ചേഴ്സ് ഓഫ് യെൽസ്, ചാറ്റർ, ഹസ്റ്റൽ ആൻഡ് റൂഡ്നെസ്. The day life was also much quieter with mixtures of yells, chatter, hustle and rudeness. എന്ന് വെച്ചാൽ ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതാണ് ഈ റൂഡ്നെസ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്ന് പറയുന്ന നിലവിളിയും അതുപോലെ തന്നെ ആളുകളുടെ സംസാര ശബ്ദങ്ങളും ഒക്കെ ഇതൊക്കെയാണ് ഈ പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ പകൽ കാണാറുണ്ടായിരുന്നത്. ഹി നോട്ടീസ് സംതിങ് സ്പെഷ്യൽ ഇൻ ദ ടൗൺ. എന്നാൽ ഇപ്പോൾ ഈ ടൗണിൽ എന്തോ ഒരു മാറ്റം അദ്ദേഹം കാണുകയാണ്. There were white wires hanging down from their ears or tucked into pockets, purses or jackets. പക്ഷെ ഇപ്പോൾ ആളുകളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ കാതുകളിൽ നിന്നും വൈറ്റ് വയേഴ്സ് ഇങ്ങനെ തൂങ്ങി പോരുന്നുണ്ട്. അവരുടെ പോക്കറ്റിലോ പേഴ്സിലോ ജാക്കറ്റിനകത്തേക്കൊക്കെ ആ വയറുകളുടെ അറ്റം പോകുന്നതും കാണുന്നുണ്ട്. ഈച്ച് വൺ വാസ് ഇൻ his own shut asylum, forgetting about the world around them. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലാണ്. ഓക്കെ, അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലാണ് അവരെല്ലാവരും. ഓക്കെ, ബാക്കിയുള്ള ലോകത്തെ അവരറിയുന്നേയില്ല. അവർക്ക് ചുറ്റിലുമുള്ള ആളുകളെ അവർ അറിയുന്നേയില്ല. ഇറ്റ് ഈസ് ആൻ ഐപാഡ് വേൾഡ് ദാറ്റ് ഹി സോ ദേർ. അദ്ദേഹം അവിടെ കണ്ടത് ഐപാഡ് വേൾഡിനെയാണ്. ഓൾ ആർ ഇൻ ദെയർ കൊക്കൂൺസ്. എല്ലാവരും അവരുടെ കൊക്കൂണുകളിലാണ്. കൊക്കൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂപ്പ ഇല്ലേ, ചിത്രശലഭമാവുന്നതിന് മുമ്പേ അത് ഒരു വെളുത്ത ആവരണത്തിലല്ലേ ഉള്ളത് അല്ലെ, ആ ആവരണമാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ചൊല്ലുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കൊക്കൂണ് പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് വരണം. നമ്മുടെ ലിമിറ്റേഷൻ ആണത്. ആ ലിമിറ്റേഷൻ പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് വരണം. എന്നാലേ നമുക്ക് ബട്ടർഫ്ലൈയെ പോലെ കളർഫുൾ ആയിട്ട് പറന്നു കയറാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെയും പറയുന്നത് അതാണ്. എല്ലാവരും ഒരു ഷെല്ല് അല്ലെങ്കിൽ ഒരു കൊക്കൂണ് നിർമ്മിച്ചിട്ടുണ്ട്, അതിനകത്ത് കയറി മിണ്ടാതിരിക്കുകയാണ്.
നോ വൺ ഇസ് ഹേർഡ് ബൈ ദം എക്സെപ്റ്റ് ദെയർ മ്യൂസിക്. ആരും അവരെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്തുള്ള ഒന്നും അവരെ കേൾക്കുന്നില്ല, അവരുടെ പാട്ടുകൾ മാത്രമാണ് കേൾക്കുന്നത്. ഈവൺ ഇഫ് സമ്മൺ സേസ് എക്സ്ക്യൂസ് മീ ഓർ ഹലോ, ദർ ഇസ് നോ റെസ്പോൺസ്. ആരെങ്കിലും ഇനി പോകുന്ന സമയത്ത് ഹലോ എന്നോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നോ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു മറുപടിയില്ല. ദ ഓദർ ഇസ് ഓൾസോ എമംഗ് വൺ ഓഫ് ദം. ഇപ്പോൾ ഓദറും അതിൻ്റെ ഒരു ഭാഗമായി. കഴിഞ്ഞ ആഴ്ച ഞാനും ഒരു ഐഫോൺ വാങ്ങി, ഐപോഡ് വാങ്ങി, ഇപ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമായി എന്ന് ഓദർ പറയാണ്. ഹി ഈസ് ഓൾസോ ഹാവിംഗ് ദ വൈറ്റ് വയേഴ്സ് പീപ്പിംഗ് ഔട്ട് ഓഫ് ഹിസ് ഇയേഴ്സ്. കാതുകളിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ഐപോഡ് വയേഴ്സ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഹി സേസ് ദാറ്റ് he started with a Walkman, then MP3 player, and at last iPad won over him. ആദ്യം ഒരു വാക്ക്മാനിലായിരുന്നു അദ്ദേഹം തുടങ്ങിയത്, പിന്നീട് ഒരു MP3 പ്ലെയറിലേക്ക് മാറി, പിന്നെ അതിനേക്കാളൊക്കെ സ്ലിമ്മും അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകളൊക്കെ കൊള്ളുന്ന ഐപാഡിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. Once it was musical diversion for him, but now it has become a compulsive obsession. ആദ്യമൊക്കെ വല്ലപ്പോഴുമാണ് നമ്മൾ പാട്ട് കേൾക്കാറ്. ആദ്യമൊക്കെ അദ്ദേഹം വല്ലപ്പോഴായിരുന്നു പാട്ട് കേൾക്കാറ് എന്റർടൈൻമെന്റിന് വേണ്ടി. പക്ഷെ ഇപ്പോൾ അത് എന്തായി മാറിയിരിക്കുകയാണ്, അതൊരു വല്ലാത്ത ഒബ്സഷൻ ആയിട്ട് മാറി. അതില്ലാതെ പറ്റൂല എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ പാട്ട് കേൾക്കുന്നത് വളരെ വിരളമായിട്ടായിരുന്നു. ഇപ്പോൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ പാട്ട് വേണം, അല്ലെങ്കിൽ ഫ്രീ ടൈം ഇരിക്കുന്നുണ്ടെങ്കിൽ പാട്ട് വേണം എന്ന രീതിയിലേക്ക്, ഒരു ഒബ്സഷനിലേക്ക് മാറിയിരിക്കുകയാണ്. നൗ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ഈസ് ഡോണ്ട് ആസ്ക്, ഡോണ്ട് ഓവർഹിയർ, ഡോണ്ട് ഒബ്സർവ്. ഇന്ന് ആളുകളുടെ ഇങ്ങനെ ഐപോഡ് ജനറേഷന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ടത്, നിങ്ങളൊന്നും എൻ്റെ പാട്ട് ഒളിഞ്ഞു കേൾക്കരുത്, അല്ലെങ്കിൽ എന്നെ ഒബ്സർവ് ചെയ്യുക വരെ ചെയ്യരുത്, എന്നെ നിരീക്ഷിക്കുക വരെ ചെയ്യരുത്. ജസ്റ്റ് ട്യൂൺ ഇൻ ഓൺ ട്യൂൺ ഔട്ട്. ഒന്നുകിൽ പാട്ട് കേൾക്കുക, അല്ലെ പോവാ. Technology has given us a universe entirely for ourselves because the entire world is in our fingertips. It has become a society without any social elements. നമുക്കിന്ന് നമ്മുടെ ആധുനിക ടെക്നോളജി നമുക്കിന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്, അല്ലേ? മൊബൈൽ ഫോണിൽ നോക്കിയാൽ നമുക്കറിയാം. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് ബിക്കം എ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി എന്തായിട്ട് മാറി? വിത്തൗട്ട് സോഷ്യൽ എലമെന്റ്സ് ഇല്ല. അതൊരു കല്യാണ വീട് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? പണ്ടൊക്കെ കല്യാണ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരുന്നു, എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പന്തലിടുന്നു, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തും സപ്ലൈ ചെയ്യുന്നു, എല്ലായിടത്തും ആളുകളായിരുന്നു. ഇന്ന് പ്രായമായ ആളുകൾ വരെ എന്ത് ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്? പ്രായമായ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയാണല്ലോ എപ്പോഴും സാധാരണ നമ്മൾ, അല്ലെങ്കിൽ യങ് ജനറേഷനാണല്ലോ എപ്പോഴും നമ്മൾ കുറ്റം പറയാറ്. അവിടെ ഏറ്റവും പ്രായമായ ആളുകൾ വരെ വാട്സാപ്പിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളരെ ബിസി ആയിട്ട് ഓരോ മൂലയിൽ പോയിരിക്കുകയാണ്. സോ ഈ കല്യാണ വീടുകൾ പോലും എന്തില്ല, ഈ പറഞ്ഞ ഒരു വൈബ് ഉണ്ടാവുന്നില്ല. സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യലി ഇടപെടുന്നില്ല എന്നാണ് ഓഥർ പറഞ്ഞത്. നെക്സ്റ്റ്, earlier we had homes, retreats or places where we want to relax, where one could outlet emotions, unwind or shut out of the world. മുമ്പ് നമുക്ക് വീടുകളുണ്ടായിരുന്നു, താവളങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് സ്ഥലങ്ങളുണ്ടായിരുന്നു, പാർക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? റിലാക്സ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴുകിക്കളയാറുണ്ടായിരുന്നു. നമ്മളൊന്ന് ഫ്രീ ആവാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. Earlier music was limited to living room and it was shared experience that brought people together. ആദ്യമൊക്കെ പാട്ട് കേൾക്കുന്നത് നമ്മുടെ ഹാളിലായിരിക്കും, വീട്ടിലൊരു ഹാളിലായിരിക്കും, നമ്മൾ TV അവിടെ ആയിരിക്കും, ഹാളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ചിത്രഗീതം പരിപാടിയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മ്യൂസിക്കിൻ്റെ എന്തെങ്കിലും പരിപാടി നമ്മളുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് എന്ത് ചെയ്യുന്നത്? അത് കേൾക്കുന്നത്. ഇനി കച്ചേരിക്ക് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അല്ലേ? കൺസേർട്ടിന് പോവുകയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പോവാറ്. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തായി മാറി? ബട്ട് നൗ മ്യൂസിക് ഹാസ് ബിക്കം എ പേഴ്സണൽ സീക്രട്ട്. ഇന്ന് അതൊരു പേഴ്സണൽ സീക്രട്ടായിട്ട് മാറി. എൻ്റെ തൊട്ടടുത്ത തീന്മേശയിൽ, എൻ്റെ തൊട്ടടുത്ത ചെയറിൽ തീന്മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അനിയൻ എന്ത് പാട്ടാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൻ്റേതായിട്ടുള്ള ഒരു ലോകത്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്ന് അങ്ങനെ മാറിയിരിക്കുന്നു. വി മിസ് മെനി തിങ്സ് ഇൻ ലൈഫ്. നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്തു പോകും? നഷ്ടപ്പെട്ടു പോകും. ദ ഫണ്ണി കോൺവെർസേഷൻ, ദ ചാറ്ററിങ്, ലൗഡ് സൗണ്ട് ഓഫ് ദ ചൈൽഡ് വിച്ച് മേ ടേക്ക് അസ് ഇൻ ടു അവർ ചൈൽഡ്ഹുഡ്, ദ സോങ്സ്, ദ ലാഫ്റ്റർ ഓഫ് ദ അതേഴ്സ് എക്സെട്ര. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മിസ്സാവുന്നത്? ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ ഇയർഫോൺ എടുത്ത് വെച്ചു, സ്കൂളിൽ എത്തിയാലും നമ്മൾ തുറക്കുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ണി കോൺവെർസേഷൻസ് നഷ്ടപ്പെടും, നമ്മുടെ ഫെലോ ബീയിങ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ്. അതുപോലെ ഒരു കുട്ടിയുടെ ചിരി, ആ കുട്ടിയുടെ ചിരി കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയയിലേക്ക്, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോകാനിടയുണ്ട്, അല്ല? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ക്യാൻ ക്രൗഡ് ഔട്ട് ടു ദ ഇന്റീരിയർ മൈൻഡ്. ചില സ്റ്റിമുലേഷൻസ്, പുറത്തുനിന്നുള്ള ചില സ്റ്റിമുലേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു നെസ്റ്റാൾജിക് ഫീലിങ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ചിലപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയോ ഒക്കെ നമ്മളിൽ ഉണ്ടാക്കാൻ സഹായകരമാകും. ഈവൻ ബോർഡം ഹാസ് ഇറ്റ്സ് ഇഷ്യൂസ്.
ഓക്കെ, ബോറിങ്ങിനും നമ്മുടെ ലൈഫിൽ പ്രാധാന്യമുണ്ട്. ചില ആൾക്കാർ പറയും നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന ബോറിങ് മാറ്റാൻ വേണ്ടിയാണ്. ഡെയിലി ഇങ്ങനെ ഒരു എന്താണ് കമ്മ്യൂട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര കുറേ ഉണ്ട് സ്കൂളിലേക്ക്, അപ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പാട്ട് കേൾക്കുകയാണ് അതിൻ്റെ ഒരു മടി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ബോറിങ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോറിങ്ങിനും ഓഥർ പറയുന്നത് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എങ്ങനെയാ? വി ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് ഔട്ട് our own methods to overcome this boredom. കാരണം എന്താ ബോറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ബോറിങ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കും അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ. അതിന് നിങ്ങൾ ഓൾറെഡി മറികടന്നുകൊണ്ട് പാട്ട് കേൾക്കുകയല്ല വേണ്ടത്. മനസ്സിലായില്ലേ? ക്രിയേറ്റീവായിട്ട് നമ്മളൊന്നും എന്ത് ചെയ്യൂല എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കവിത എഴുതണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പെയിൻ്ററാണ് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നിരന്തരമായി പെയിൻറ്റിങ്ങിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? എപ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു, കാണൽ സ്റ്റോപ്പ് ചെയ്യുന്നു, നിങ്ങളെ കുറച്ച് നേരം ഫ്രീ ആയിരിക്കുന്നു, അപ്പോഴാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളിൽ വർക്ക് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ അല്ലേ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താ നോക്കാം. In the last part, he says that when he went for a trip, അങ്ങനെ അവസാനം അദ്ദേഹം പറയാണ്, ഞാനൊരു ദിവസം ഒരു യാത്ര പോയി കേട്ടോ. He left out his iPod behind. ഐപോഡ് എടുക്കാൻ മറന്നും പോയി. ഓക്കെ, then he was a panic for the first time. ആദ്യമായിട്ട് അദ്ദേഹത്തിന് കുറച്ചൊരു വെപ്രാളം ഉണ്ടായി. അയ്യോ ദൈവമേ, നമ്മൾ ഫോൺ എടുക്കാതെ പോയി കഴിഞ്ഞാൽ അവസ്ഥ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായി. Later he understood that he can enjoy the rhythm of others again, the sound of the aeroplane, the opinions of the taxi drivers, etc. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്, യാത്ര തുടങ്ങിപ്പോയി, ഇനി തിരിച്ചു പോയി എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, നന്നായി ഏതായാലും അത് പാഡ് മറന്നുപോയത് നന്നായി. കാരണം ഇപ്പം ഞാൻ പിന്നെയും ആളുകളുടെ സംസാരം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ടാക്സി ഡ്രൈവറിൻ്റെ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൗണ്ട് ഓഫ് ദ എയറോപ്ലെയിൻ ഞാൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, എനിക്ക് മിസ്സായ ഒരുപാട് സാധനങ്ങൾ ഞാൻ പിന്നെയും ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു സാധനമാണ് എന്താ, ഈ പറയുന്ന ഈ ഐപാഡും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇയർഫോൺസും എല്ലാം. ഓക്കെ, അപ്പം നമ്മൾ പുറത്തു പോകുന്നത് കാഴ്ചകൾ കാണാനും, അത് എന്താണ് ഇമേജറികളാണ്. എല്ലാ ഇമേജസും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് സാധ്യതയില്ല, നമ്മൾ യാത്ര ചെയ്യുന്നതിൽ സാധ്യതയില്ല അല്ലേ. അപ്പോൾ ഇനി ഹി വണ്ടർഫുള്ളി നോട്ടിസ്ഡ് ഹൗ ഓൾ വി ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. അദ്ദേഹം മനസ്സിലാക്കി നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആണ് പരസ്പരം അല്ലേ, മനുഷ്യന്മാരല്ലേ, സോഷ്യൽ ബീങ്സ് അല്ലേ, നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആണ്. നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യന്മാരുടെയും പ്രശ്നങ്ങൾ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇതൊക്കെ നമുക്ക് തിരിച്ചറിവുകളാണ്. ഓക്കെ, ഇനിയോ ഹി കൺക്ലൂഡ്സ് ഹിസ് എസ്സേ ബൈ ഓപ്പണിംഗ് എ വേൾഡ് അറൗണ്ട് us. He admits how he himself was addicted to iPad and the Apple products and the dislike he had for the way that technology had on society itself. അദ്ദേഹം ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, നമ്മുടെ ഈ ലോകത്ത് എത്രത്തോളം നമ്മൾ പറഞ്ഞ ഐപോഡിനോടും അതുപോലെ തന്നെ ആപ്പിൾ പ്രോഡക്ട്സിനോടൊക്കെ അഡിക്റ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ സൊസൈറ്റിയോട് അദ്ദേഹത്തിന് ഈ ടെക്നോളജിയോട്, നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്നും അകറ്റി മാറ്റുന്ന ടെക്നോളജിയോടുള്ള വെറുപ്പും ഇതിനകത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ട്. അത് പല രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതിനാണ് അദ്ദേഹം ഈ പറയുന്ന ചില വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അഡിക്റ്റീവ് കൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിളാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഈ ഐപോഡ് ജനറേഷനെ കൃത്യമായി വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ സോഷ്യൽ മാനായിട്ടുള്ള നമ്മൾ സൊസൈറ്റിയെ അറിയാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അത് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു.